ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാ തോന്നി കണ്ടിട്ട്? നമ്മൾ പ്രമോയിൽ കാണിക്കുന്ന അത്രയ്ക്ക് ഫയർ ആയിരുന്നോ നമ്മുടെ ലാലേട്ടൻ? അങ്ങനെ അത്രയ്ക്കങ്ങ് ഫയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല, എങ്കിലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? അല്ലെ, അത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് തെറ്റ് ചെയ്തേക്കുന്നത്, അവരെയാണ് ശാസിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവര് ഗെയിം ഓഫ് ആക്കി കളയും. അതെ, കാരണം നമ്മൾ ഒരുപാട് അങ്ങോട്ട് അവരെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. പിന്നെ സേഫ് ഗെയിമേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർ അധികം അങ്ങോട്ട് പറയാത്ത രീതിയിൽ തോന്നി. രേണുവിനൊക്കെ ഭയങ്കര ചിരിച്ച മോളെ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ട പോലെയല്ലേ തോന്നി. രേണുവിന്റെ അടുത്ത് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് ആക്റ്റീവായിട്ട് കളിയെന്ന് പറയണ്ടല്ലേ. ഇതിപ്പോ ഒരുമാതിരി പ്രോത്സാഹിപ്പിച്ച് കണക്കായി പോയി അല്ലേ രേണുവിനെ? അത് എടുത്തു കാണിച്ചിട്ടുണ്ട്, വീഡിയോയിലായിട്ട് എടുത്തു കാണിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അത് വാക്കാല് പറഞ്ഞിട്ടില്ല. അതായത് രേണുവിന് ഇപ്പോഴും പഴയ പോലെ തന്നെ ഒരു മാറ്റമില്ല. കൊള്ളാം, വീഡിയോയില് അങ്ങനെ അനങ്ങാതെ ഞാൻ ഇരിപ്പുണ്ട് എന്ന്. അതെ, കാരണം കുറച്ചും കൂടെ ഒന്ന് പറയണമായിരുന്നു, ഗെയിമിലേക്ക് കളിക്കൂ, ബിഗ് ബോസിൽ വന്നാൽ അതിനല്ലേ എന്നൊന്നും പറയണമായിരുന്നു. പക്ഷെ അത് പറയാത്ത പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. രേണുസുതി മാത്രമല്ല, ആദിൽ നോറയുണ്ട്, അതേപോലെ തന്നെ ശാരികയുണ്ട്. ശാരിക പിന്നെ ഇപ്പൊ കളിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പറയാം, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. പിന്നെ എനിക്ക് സരികയുടെ എവിക്ഷൻ ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നിട്ടോ. കാരണം അവരുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്കിനുള്ള ലെറ്റർ വായിക്കാൻ പോയിട്ട് അതുവരെ അങ്ങ് കൊണ്ടുപോയത് എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നിട്ടോ. പെട്ടെന്നുള്ള ഒരു എവിക്ഷൻ ആയി പോയി. അത് പുള്ളിക്കാരിക്ക് അതുകൊണ്ടൊന്നും സംസാരിക്കാനും പറ്റുന്നില്ലായിരുന്നു അല്ലേ? അതെ, അതേപോലെ തന്നെ നമ്മുടെ അക്ബറിന്റെ അടുത്ത് വാൺ ചെയ്തതും അതേപോലെ അമ്മ വിളിച്ചത് ഭയങ്കര നന്നായി. കാരണം ഉമ്മ എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത്, അക്ബറിന് അത് മനസ്സിലായി കാണും അല്ലേ? ചിലപ്പോ ഇതായിരിക്കാം, ഇപ്പൊ ലാലേട്ടൻ വഴക്ക ശാസിച്ച് പറയുവാണെങ്കിൽ ചിലപ്പോ ആള് ഗെയിമോ ഇപ്പൊ കളിക്കുന്ന രീതി മാറ്റി സൈലന്റ് ആയി പോയാലോ എന്ന് കരുതിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇതാകുമ്പോ അമ്മയായിട്ട് പറയുമ്പോഴത്തേക്ക് ഒന്ന് മനസ്സിലാക്കി കളിക്കാൻ നോക്കൂ. അതെ, അതേപോലെ തന്നെ നമ്മുടെ ഓണിയലിന്റെയും അനീഷിന്റെ അല്ലല്ലോ, അഭിലാഷിന്റെ ഒക്കെ ഒരു ഗെയിമില് കമന്റ്സ് ആയിട്ട് ആൾക്കാർ പറയുന്ന എടുത്ത കാര്യങ്ങള് അതും കറക്റ്റ് ആണ്. പക്ഷെ അവര് മാത്രമാണോ പറയേണ്ടത്? വേറെയും പല കാര്യങ്ങളും ഇല്ലേ? അപ്പൊ അതും കൂടെ ഒന്ന് ഇട്ട് കാണിക്കേണ്ടതായിരുന്നില്ലേ? പിന്നെ അതേപോലെ തന്നെ ആര്യന്റെ ചിരിയും, അതേപോലെ ഗിസേലിന്റെ റൂൾ ബ്രേക്കിംഗ്, പിന്നെ നമ്മുടെ അനുവിന്റെ ഒക്കെ ഈ കിച്ചണിലുള്ള ഹൈജീൻ ഇഷ്യൂസ് ഒക്കെ അതും കൂടി കാണിക്കാനുണ്ട്. അത് ഇനി നാളത്തേക്ക് വെച്ചേക്കുവാണോ? അതെ, എന്തായാലും അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം. പിന്നെ ആര്യന് ഇന്ന് ഫ്രൈ ആയിരുന്നു കേട്ടോ നമ്മുടെ ലാലേട്ടന്റെ. അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡിൽ നിന്ന് കുന്നംകുളം രൺബീർ കപൂറിന്റെ ഫ്രൈ ആയിരുന്നു. അതെ, അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാ നടന്നതെന്നൊന്ന് കണ്ടിട്ട് വരാവേ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടന്റെ എൻട്രി ആണ്. ഗ്ലാസ് ആയിരുന്നു. അതെ, എനിക്ക് ഇന്നത്തെ ഡ്രസ് അത്ര ഇഷ്ടമായില്ല അല്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ നമ്മുടെ തന്നെ പറയുന്നുണ്ട് അവിടെ ഹൈജീന്റെ ഇഷ്യൂ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ചിലരുടെ സംസാര രീതി, ചിലരുടെ കോപം, ചിലരുടെ റിയാക്ഷൻ, പണിപ്പുര ടാസ്ക്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചോദിക്കാനായിട്ടാണ് ലാലേട്ടൻ പോയത്. പിന്നെ പണിപ്പുര ടാസ്കിൽ പണി കിട്ടിയതും പണി കൊടുത്തതും എല്ലാം ചർച്ച ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ആഴ്ച നടന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു റീക്യാപ്പ് ആയിരുന്നു കേട്ടോ കാണിച്ചത്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രൈഡേ എപ്പിസോഡ് എന്തൊക്കെ നടന്നു എന്നുള്ളതും ചെറുതായിട്ടൊന്ന് കാണിച്ചു. വലുതായിട്ട് അങ്ങനെ ഫ്രൈഡേ എപ്പിസോഡിലൊന്നും ഇല്ലായിരുന്നു അല്ലേ? അതെ, ഫ്രൈഡേ എപ്പിസോഡ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മിക്ക എല്ലാ ഫ്രൈഡേ എപ്പിസോഡിലും ഇതൊക്കെ തന്നെ അല്ലേ? തണുത്ത മട്ട. അതെ, അതായത് രാവിലെ ഇവര് നമ്മളെ ജയിലിലാണ് കാണിക്കുന്നത്, അവർക്ക് മറ്റുള്ള മണിക്കൂറുകൾ എണ്ണുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പൊ ജിസയിലും ഓണിയിലും ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ രാവിലെ ഒരു 5:30 ആയപ്പോ നമ്മുടെ അഭിലാഷം ഒന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് നമ്മുടെ പള്ളിന്ന് ബാങ്ക് കേട്ടിട്ടാണ്. അപ്പം 5:30 ആയി ഓണിയിൽ പറഞ്ഞു. മനസ്സിലായി. അത് നല്ലൊരു ബുദ്ധിപൂർവ്വം അഭിലാഷ് അത് കറക്റ്റ് ടൈമിൽ വിളിച്ചവര്, അതുകൊണ്ട് അവർക്ക് ഏകദേശം ടൈം പറയാൻ. അതെ, അങ്ങനെ ഇപ്പൊ ബിഗ് ബോസ് പറഞ്ഞു എത്ര ടൈം ആയെന്ന് ചോദിച്ചപ്പോ 11 മണിയായിരുന്നു. അവരൊരു 10:45 പറഞ്ഞു കേട്ടോ. അപ്പം ബിഗ് ബോസ് പറഞ്ഞു കുഴപ്പമില്ല, എപ്പോഴും ഈ ഒരു അളവ് പ്രതീക്ഷിക്കണ്ട, ഇപ്പൊ നിങ്ങൾ പൊക്കോന്ന് അവനും പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ വീണ്ടും ആര്യന്റെ ബാൻഡ് പോയിട്ടുണ്ട്. അത് കാണിക്കുന്നുണ്ട് ക്യാമറ വന്നിട്ട്. ആള് പറയുന്നത് ആര്യന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് എന്റെ കയ്യിൽ കിട്ടി, അതായത് മോഷണത്തിന് വേറൊരു ഡെഫിനിഷൻ ആള് കൊടുത്തതാ. എന്തായാലും അതെടുത്ത് ഒരു ഇതിന്റെ മേളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ആള്. അപ്പം ആ സീൻ ഉണ്ടായിരുന്നു കാണിച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കിച്ചൺ നൈഫ് എടുത്തോണ്ട് പോയിട്ട് ആര്യൻ അവിടെ നിന്ന് താഴെ ഷേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊരു വല്ലാത്ത. അതെ, ഇത് ആദ്യമായിട്ടല്ലേ മുന്നേയും ചെയ്തിട്ടുണ്ട് കേട്ടോ.
അത് ആര്യം മാത്രമല്ല അനീഷ് ചെയ്തെന്ന് അനീഷും ചെയ്തെന്ന് പറഞ്ഞു കേട്ടോ. അത് ഇവര് ഈ ഹൈജീന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര വാദോരാതെ സംസാരിക്കുന്നവരുമാണ്. എന്നിട്ട് ഈ കാണിക്കുന്നതൊക്കെ വേറെ നേരെ തിരിച്ചാണ്. അത് രസമൊന്നുമല്ല. ഇത് പോയി ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് കിച്ചണിൽ കൊണ്ട് ഡയറക്റ്റ് വെക്കാൻ പോയതാ. പിന്നെ ഓർത്ത വാഷ് ചെയ്തില്ല. വാഷ് ചെയ്തിട്ട് ഇവര് ഇത് വെച്ച് ആപ്പിളങ്ങാട് കട്ട് ചെയ്തൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈവനിങ് നല്ല മഴ പെയ്തു, എല്ലാരും മഴയിലൊക്കെ നനയുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ മഴ നനയണം എന്നുണ്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ഡ്രസ്സ് രണ്ടെണ്ണേ ഉള്ളു, ഒരെണ്ണം ഇട്ടേക്കാണ്, ഒരെണ്ണം ഉണങ്ങാൻ ഇട്ടേക്കാണ്. അപ്പൊ ഇറങ്ങാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ഇത്തവണ കുളമൊന്നുമില്ലല്ലേ? കുളമില്ല, പൂളില്ല. അതെന്തായിരിക്കും പൂളില്ലാത്ത? ആ കഴിഞ്ഞോട്ടൊക്കെ പൂളിൽ ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കൊണ്ടായിരിക്കാം മൈക്കൂരി വെച്ചിട്ട്. ഇവിടെ പൂളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മുടെ ഡാസ്ലറിന്റെ മേക്കപ്പ് ആണ് എല്ലാവരും ഇട്ടത്. കാരണം ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആയിരുന്നല്ലോ. അത് എല്ലാരും നല്ല റെഡി ആയിട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. എല്ലാരും ഒരുങ്ങിയൊക്കെ നിൽക്കുക. ഇത്തവണയും ഇനി അടുത്ത ആഴ്ച ഇതണൊക്കെ വേഷം കെട്ട് എല്ലാം ഡ്രസ്സൊക്കെ ഇട്ടാണല്ലോ ഇനി കാണണ്ടേന്ന്. അതെ, അപ്പം മിക്കവാറും ഓണത്തിന് ചിലപ്പോ കൊടുക്കുമായിരിക്കും കേട്ടോ. ഓണക്കോടിയായിട്ടൊക്കെ ചിലപ്പോ കൊടുക്കുമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഇത്രയും നാളെ എവിക്റ്റ് ആയി പോയവർക്ക് ആർക്കും ഡ്രസ്സ് കൊണ്ടൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. അതെ, എല്ലാ ദിവസവും ഓരോ വെറൈറ്റി ഡ്രസ്സൊക്കെ ആയിട്ട് ചിലർ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരിക്കും. അതെ, അതിടാൻ പറ്റിയില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട്. വന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. എല്ലാവരും ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവരടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. അതെ, ഇത്രയും നല്ലൊരു വീട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ വയ്യേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെ, ഹൈജീൻ ഇഷ്യൂസിന്റെ അടുത്തൊക്കെ എല്ലാ ക്യാപ്റ്റൻസിനും എഴുന്നേറ്റ് നിർത്താൻ പറയുന്നുണ്ട്. അപ്പോ ആരാണ് ഏറ്റവും മോശമായിട്ട് നോക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് ഫ്ലോർ ആണ് ഭയങ്കര മോശമായിട്ട് കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ രണയാണ് ഫ്ലോറിന്റെ മെയിൻ ആള്. അപ്പം രണ പറയുന്നത് നമ്മൾ രാവിലെ ക്ലീൻ ചെയ്യുന്നുണ്ട്, പിന്നെ വൈകിട്ട് ആകുമ്പോഴത്തേക്ക് ഇവരുടെ മുടിയും കാര്യങ്ങളും ഒക്കെ വീണിട്ട് വീണ്ടും അഴുക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് കിച്ചണിൽ ക്യാപ്റ്റൻ ആണല്ലോ. അപ്പൊ ശരത്ത് പറയുന്നുണ്ട് കിച്ചണിൽ കുറച്ച് ഇത് കുറവാണ് എന്ന് ശരത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് വാഷ്റൂം ആണ് ഷാനവാസ് ക്യാപ്റ്റൻ, വാഷ്റൂമിൽ അത്ര പ്രശ്നമൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുന്നത്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്. അതെ, അനീഷിനെ വിളിച്ച് എഴുതിപ്പിച്ചിട്ട് ചോദിക്കുന്നു. ഷാനവാസിന്റെ കംപ്ലൈന്റ് നേരത്തെ അറിയണമെങ്കിൽ നമ്മുടെ അനീഷിനെ വിളിച്ച് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അങ്ങനെ പക്ഷെ ഇവരുടെ കോംബോ ഭയങ്കര ഹിറ്റാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹിറ്റാ ഇവരുടെ കോംബോ. തമ്മിൽ കാണുമ്പോഴേക്ക് നമ്മുടെ ഈ ടോം ആൻഡ് ജെറി പോലെ ഒരു കോംബോ ആണ് ഇവരുടെ വെളിയിൽ. ഇനി മനസ്സിലെങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും അങ്ങനെ അനീഷിനെ വിളിച്ച് ചോദിക്കും. ഫുള്ള് കംപ്ലൈന്റ്. ടോയ്ലറ്റ് മറ്റേ ടിഷ്യൂ അവിടെ കറക്റ്റായിട്ട് വെക്കത്തില്ല, മൊത്തവും ഗാർബേജ് എല്ലാം കൂടി കെട്ടി ഒരു മൂലയ്ക്ക് കൊണ്ട് വെക്കുന്നത്, അങ്ങനെയൊക്കെ കുറെ കംപ്ലൈന്റ് ഒക്കെ പറയുന്നുണ്ട്. കറക്റ്റ് സമയത്തിന് ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് നിരത്തി വിടുന്നുണ്ട്. അപ്പൊ ഷാനവാസിന് കറക്റ്റ് ആണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷാനവാസ് പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് കലാഭവൻ സരിക പറയുമെന്ന് പറഞ്ഞു. കാര്യം ഇവർ ഒരേ ടീമായിരുന്നു. എന്നെ കലാഭവൻ സരിക എണീറ്റ് വന്നിട്ട് അത് ഷാനവാസിന്റെ മിസ്റ്റേക്ക് അല്ല, ഷാനവാസ് ആ ഫുള്ള് ചെയ്തത്. പിന്നെ ലാസ്റ്റ് ഭാഗം മാത്രം എന്റെ ഡ്യൂട്ടി ആയിരുന്നു ആ കെട്ടി വെക്കുന്നത്. അതും ഷാനവാസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ കെട്ടി തന്നു. പക്ഷെ ഞാൻ വെക്കാൻ പോയത് ഞാനാണ്. പക്ഷെ വെച്ചത് സ്ഥലം എനിക്ക് അറിയാത്തോണ്ട് ഞാൻ അവിടെ മൂലയ്ക്ക് കൊണ്ട് വെച്ചത്, അതെന്റെ മിസ്റ്റേക്കാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷാരിക എടുത്ത് ഓരോരുത്തർക്ക് ചോദിക്കുമ്പോൾ ഷാരിക പറയുന്നുണ്ട് കിച്ചണും ഫ്ലോറും ആയിരുന്നു കുറച്ച് വൃത്തിയുടെ, ബാത്റൂം വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബിന്നി പറയുന്നുണ്ട് നമ്മുടെ മെയിൻ ആ ഒരു ഏരിയയിൽ ഫ്ലോറിലാണെങ്കിൽ ഡസ്റ്റ്ബിൻ 3 ദിവസമായിട്ട് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്ത് അവിടെ ഇവിടെ ഇടുന്നതുകൊണ്ട് ഭയങ്കര വൃത്തിയിടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലാലേട്ട് പറഞ്ഞ എല്ലാവരും ഒന്ന് പുറത്തു പോയി നിന്ന് ഞാനൊന്ന് വീട്ടിനകത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തു പോയി അവിടെ ലോക്ക് ആക്കിയിട്ട് ലാലേട്ടൻ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതെ, ലാലേട്ടൻ ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് കിച്ചൺ ഏരിയ പോകുന്നുണ്ട്, ഡൈനിങ് ഏരിയ പോകുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ ഇവർ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്തൊക്കെ വെച്ചേക്കും. അതിനകത്ത് ഡൈനിങ് ഏരിയയിൽ ഫുഡ് കഴിച്ചത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന പോരാനിട്ട് ഫുഡ് കഴിച്ച പ്ലേറ്റും അതിലെ വേസ്റ്റും പിന്നെ ടിഷ്യൂ വേറെ അതിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് വെളിയിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കെ. അതൊക്കെ എങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ സിങ്കിൽ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഈച്ചയൊന്നും വരത്തില്ല. പക്ഷെ ഇത് വെളിയിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കും. അതെ, പിന്നെ ലാലേട്ടൻ അത് എടുത്തിട്ട് പോയി സിങ്കിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. വെച്ചിട്ടുണ്ട്. ആരുടെ ആയിരുന്നു അറിഞ്ഞില്ലല്ലോ. അല്ല അതറിയില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബെഡ്റൂമിലെല്ലാം പോയി നോക്കി. എല്ലാ ബെഡ്റൂമും ചിലതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ബെഡ്റൂം ഭയങ്കര മോശമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് തിരിച്ച് ബാത്റൂം എല്ലാം കയറി നോക്കി. കിച്ചൺ അല്ല, ബാത്റൂം ഏരിയ ഫുള്ള് നോക്കി. ബാത്റൂം കുഴപ്പമില്ലെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞു കേട്ടോ. അതെ, എന്നിട്ട് ബാത്റൂമിന്റെ മേലായിരുന്നു നമ്മുടെ നെവിൻ ആര്യന്റെ ബാൻഡ് ഒളിപ്പിച്ച് വെച്ചു. അങ്ങനെ അതും എടുത്തിട്ട് സ്പൈക്കുട്ടൻ കൂടെ ഉണ്ടായിരുന്നു. സ്പൈക്കുട്ടൻ അതെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനും നോക്കി, എല്ലായിടം നോക്കിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് അകത്ത് ലാലേട്ടൻ സ്റ്റേജിൽ വന്നു നിന്ന് ബാക്കിയുള്ളവരെ അകത്ത് കയറ്റി.
അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും വിളിച്ചു അകത്ത് കയറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് വീടൊക്കെ എങ്ങനെയുണ്ട്, വീട് വലിയ കുഴപ്പമില്ല, ഫുഡ് അങ്ങനെ വെച്ച് ആരാ, ബെഡ് ആരുടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആര്യനാണ് കേട്ടോ എണീക്കുന്നത്, എന്റെ ആണെന്ന് പറയുന്നത്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വീട്ടിലും എങ്ങനെയാണോ ചെയ്യുന്നത്, ബെഡൊക്കെ ഇങ്ങനെയൊക്കെ വൃത്തിയേടാക്കി ഇടുവോ, അതേപോലെ തന്നെ കിച്ചണിലെ നൈഫ് എടുത്തിട്ട് പോയി ഇതേപോലെ താടിയൊക്കെ കട്ട് ചെയ്യുമോ, എന്നിട്ട് അത് വെച്ചൊരു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ അപ്പോഴത്തേക്ക് ആരും പറയുന്നുണ്ട് വീട്ടിൽ ചെയ്യാറില്ല, ഇത് അങ്ങനെ ആയിപ്പോയി, സോറി ലാലേട്ട ഇത് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ കഴുകിയായിരുന്നു, കിച്ചൺ നൈഫ് കഴുകിയിട്ടാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞാൽ അനീഷ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു മുട്ടി നിൽക്കുവാണെങ്കിൽ അങ്ങ് പറ, ഇവിടെ ഒരാളോടുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ, അപ്പൊ എന്താ ഇത്ര മുട്ടിയിരിക്കുന്നത്, പറയാന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ചൂടായി അനീഷിന്റെ അടുത്ത് കേട്ടോ. അപ്പം അത് താടി കട്ട് ചെയ്തത് ഞാനും ചെയ്തായിരുന്നു, ഞാനത് ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് എന്നാ എല്ലാരോടും പറയണ്ടേന്ന് നമ്മുടെ അനീഷിനോട് ചോദിക്കുകയാണ് ലാലേട്ട. എല്ലാരോടും പറഞ്ഞോ? അപ്പൊ അനീഷിന് ഇല്ല, ഞാൻ എല്ലാരോടും പറഞ്ഞു. അപ്പൊ എല്ലാരോടും പറയേണ്ട കാര്യമില്ല, ഇപ്പൊ ഞാൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ആരോടും ഇത് പറയത്തില്ലായിരുന്നല്ലോ. അപ്പൊ അനീഷിന് ഇല്ല ലാലേട്ട അതെന്റെ തെറ്റാണ്, സോറി. ഒരു പ്രശ്നം, ഒരു വലിയൊരു ഉടക്കം ഉണ്ടാക്കി അരിനായണ്ടാവും തോന്നുന്നു അനങ്ങായിരുന്നു. അതെ, ഇതൊക്കെ കാര്യം നമ്മുടെ ബാൻഡിന്റെ കാര്യം ലാലേട്ടനെ എടുത്ത് പൊക്കിയിട്ട് പറയുന്നുണ്ട്, തരത്തില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ, ബാൻഡ് ഇനി തിരിച്ചു തരില്ല. അപ്പം ഈ ബാൻഡ് ആരാ എടുത്തേന്ന് ചോദിച്ചപ്പോൾ നെവിൻ പറയുന്നുണ്ട് നെവിൻ ആദ്യം ഒന്നും മിണ്ടിയില്ല, അനങ്ങാതെ ഇരിക്കുവായിരുന്നു. ആരാ എടുത്തേന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ ലാലേട്ടൻ പറയുമ്പോഴേക്കും നെവി അനങ്ങാതിരിക്കുക, അങ്ങനെ എണീക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നെവിൻ എണീറ്റ്. അപ്പോഴത്തേക്ക് ആര്യന്റെ കലിപ്പ് കയറി. ഓൾറെഡി നേരത്തെ പറഞ്ഞ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ആള്. അപ്പം ആര്യം പറയുന്നുണ്ട് എന്റെ എടുത്തിയ ലാലേട്ടാ, ഭയങ്കര ഓവറാണ് ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് ഗെയിം അല്ലേ, എന്തായാലും തിരിച്ചു കൊടുക്കത്തില്ലെന്നല്ലേ ലാലേട്ടൻ, ബാൻഡിന് തിരിച്ചെടുത്തില്ല ഞാൻ എടുക്കുക, ഇനി തിരിച്ചു കൊടുക്കത്തില്ല, സൂക്ഷിക്കാനാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ബാൻഡ് എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പോയി കഴിയുമ്പോഴത്തേക്കും നെവിൻ ആര്യൻ നെവിന്റെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ മേക്കപ്പ് അല്ല ഞാൻ കക്കൂസി ഫ്ലഷ്. അതെ, അല്ല അപ്പൊ ഇതിന് മുന്നേ ആയിട്ട് നമ്മുടെ അക്ബറിനെ എണീറ്റിട്ട് ചോദിക്കുന്നത് അക്ബറിന് എന്താ പറയാനുള്ളത് ചോദിക്കുമ്പോൾ അക്ബറിനെ ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാവും ലാലേട്ട. ലാലേട്ട ഇതിൽ കൂടുതൽ എന്തോ പ്രചോദനം തന്നെ, അതിനെ ഞാൻ പിടിക്കുന്നുണ്ട്, ഇപ്പൊ അവിടെ ഇരിക്കും ഏത് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞ് പോയ ടൈമിലാണ് അവിടെ ഉള്ളിൽ ടോക്ക് നടക്കുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ആര്യൻ നെവിന്റെ അടുത്ത് ഇങ്ങനെ നീ ഇത് കുറെ ആയിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദിൽ നൂറിയും ഹൗസ് മേറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ഇത് ഗെയിം അല്ലേ, ഇങ്ങനെ എടുക്കരുത് എന്നുള്ളൊരു ഇതില്ലല്ലോ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നൊക്കെ ചോദിക്കും. ആര്യം പറയും, ആദ്യമൊക്കെ ആര്യ എതിർത്തൊക്കെ നിൽക്കും, പിന്നെ ലാസ്റ്റ് പറയാം ആ ശരി എന്റെ മിസ്റ്റേക്ക് അല്ല ഞാൻ കുളിക്കാൻ പോയപ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യണം. അപ്പം അവിടെ നൂറൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കുളിക്കാൻ പോകുമ്പോൾ മൈക്കിനാസ് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടാ പോകുന്നത്. അപ്പം ആര്യം പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ കട്ട് എടുക്കരുത്, ഇത് ഏൺ ചെയ്തെടുക്കണം, ടാസ്ക് കളിച്ച് വാങ്ങണമെന്ന്. അങ്ങനെയൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല, അങ്ങനെ കട്ട് എടുത്തുകൂടാ അങ്ങനെയൊന്നും പറഞ്ഞില്ല, കളിച്ചെടുക്കാറില്ല, എടുക്കാം. ആ കാര്യം മുമ്പ് എടുത്തിട്ടുണ്ടല്ലോ നെവിൻ. പിന്നെ നെവിൻ അത് തിരിച്ചു കൊടുത്തത് ആര്യനായോണ്ട് തിരിച്ചു കൊടുത്ത, അല്ലെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നു, വേറെ ആരെങ്കിലും ആയിരുന്നു നെവിൻ കൊടുക്കത്തുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് സംസാരിക്കും നമ്മുടെ അക്ബറിന്റെ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. അപ്പൊ അതില് ലാലേട്ടൻ ഇങ്ങനെ അക്ബറിനെ എഴുന്നേച്ചപ്പോ അക്ബർ പറയുന്നുണ്ട് ഇന്നലെ ഒരു രാത്രിയിൽ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പൈപ്പ് പ്രശ്നമായിട്ടിരിക്കുക, അതുകൊണ്ട് വെസൽസ് ഒന്നും ക്ലീൻ ചെയ്യരുത്, അതുകൊണ്ടാണ് അത് അവിടെ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടന്നെന്ന് പറയുന്നത്. ലാലേട്ടൻ പറയുന്നുണ്ട് എന്നാ ആ പൈപ്പ് തുറന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് തലവഴിയെ ഒഴിച്ചൊന്ന് കൂളാവ്, ഇത്രയും അഗ്രഷൻ എന്തിനാ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, ട്രീറ്റ് ചെയ്യുന്ന വിധം, അതേപോലെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ ബാഡ് അല്ലേ, അവരാരും തിരിച്ചടിക്കത്തില്ല എന്ന് കരുതിയിട്ടാണോ ഇങ്ങനെ ഓരോന്നെടുത്ത് എറിയുന്നതെന്നൊക്കെ ചോദിച്ചു. അത് എന്ന് പറയുന്ന അക്ബർ ചാടി വരുമ്പോൾ ഒന്നത് അക്ബറിന് നല്ല ഹൈറ്റും ഉണ്ട്, അതിന് ഹൈറ്റിനനുസരിച്ചുള്ള സൈസും ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ചാടിയൊക്കെ വന്ന് നിൽക്കുന്ന നമുക്ക് കാണുമ്പോ തന്നെ ഭയങ്കരമായിട്ട് അഗ്രഷൻ ഫീൽ ചെയ്യും. പിന്നെ ആളുടെ സംസാരം, ആ മുഖത്തെ എക്സ്പ്രഷൻ എല്ലാം കൂടി ആവുമ്പോഴത്തെ ഒരു ഹെവി ആവും. അതെ, അപ്പൊ ആളെന്തായാലും അക്ബർ ഞാൻ അങ്ങനെ അവിടെ അധികം തിരിച്ച് കണ്ടിട്ടില്ല. അക്ബറിന്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഒരു ശോക കണക്കോ അല്ലെങ്കിൽ ഒരു അഗ്രഷൻ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഫേസാ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ദേഷ്യം കാണിക്കുമ്പോൾ ഓവറായിട്ട് അത് തോന്നും കേട്ടോ. അപ്പൊ അങ്ങനെ വീഡിയോ കാണിച്ചു തരാം, എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയെന്ന് വീഡിയോ കാണിച്ചു തരാൻ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൽ അനു അക്ബറുമായിട്ട് ഒരു കിച്ചൺ ഫൈറ്റും ഉണ്ടായിരുന്നു, അതേപോലെ ആദ്യമേ ഉള്ളിൽ ഒരു വഴക്കുണ്ടായിരുന്നു, അത് കാണിക്കുന്നുണ്ട്. അനീഷുമായിട്ടുള്ള തലങ്ങനേറിയൽ അതൊക്കെ കാണിക്കണം. അല്ല ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ അക്ബർ താടിക്ക് കൈയും കൊടുത്തിരിക്കും, ഞാൻ തന്നെയാണോ താടിക്ക് കൈയും കൊടുത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇത് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അത് സാഹചര്യം കൊണ്ടാണെന്ന് കൺവെൻഷൻ റൂമിലോട്ട് അല്ല ഇതിന് മുന്നേ അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കൂന്ന് പറയുമ്പോ വിചാരിക്കുന്ന എന്താ വലിയ ഹീറോ ആവുന്നതാണോ അല്ലെങ്കിൽ എന്തോ ഭയങ്കര സംഭവമായിട്ടാണോ തോന്നിയെന്ന് പറയുമ്പോ ഞാൻ മാത്രം തെറ്റ് ചെയ്തെന്ന് പറയുമ്പോഴെന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കണോ ഇത് ഗെയിം അല്ലേ,
ഇത് ഗെയിമിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കൺഫെക്ഷൻ റൂമിലോട്ട് വിളിക്കുമ്പോഴാണ് ഉമ്മ വിളിക്കുന്നത് കേട്ടോ. അതെ കൺഫെക്ഷൻ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും ഉമ്മയുടെ കോള് വരുന്നത്, ഉമ്മയുടെ ടോക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് അക്ബർ നല്ല ഇമോഷണൽ ആവും, കരഞ്ഞു തുടങ്ങും. അങ്ങനെ ഉമ്മ ദേഷ്യം അതിൽ ഉമ്മ അതെ ദേഷ്യം കുറയ്ക്ക്, ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും. വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇരിക്കുന്ന, ചിരിച്ചു കളിച്ചൊക്കെയല്ലേ നിൽക്കുന്നത്, പിന്നെ ഇപ്പൊ ഞാൻ ഇത് പഠിപ്പിച്ചു വിട്ടെന്നാവത്തില്ലേ നീ ദേഷ്യം കുറയ്ക്കുന്ന. അക്ബർ നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അക്ബർ ഉമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രോമിസ് കൊടുത്തു ഇനി അങ്ങനെ ചീത്ത വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രശ്നം ഉണ്ടാക്കില്ല. അത് നല്ലതാണ്. അക്ബർ നല്ല ഗെയിമർ ഒക്കെ തന്നെയാണ്. പക്ഷെ ഈ പുള്ളിക്കാരൻ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നെഗറ്റീവ് അടിക്കുന്നത്. നല്ല മൈൻഡ് ഗെയിം ഒക്കെ കളിക്കുന്നുമുണ്ട്. അപ്പൊ ചിലപ്പോ ഇനി ഇപ്പോ നല്ല ഗെയിമർ ആവുമായിരിക്കും, നോക്കാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതേപോലെ ഓരോ ഉമ്മമാര് കാണുന്ന ഒരു ഷോയാണ്. അപ്പം ഒരാൾ എന്താ പറയുന്നതെന്ന് ആദ്യം ഫുള്ള് കേട്ടിട്ട് സംസാരിക്കാൻ നിൽക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഓണിയലിനെയും അഭിലാഷിനെയും പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഷയും ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് നിങ്ങളെ കുറിച്ചുള്ള കമന്റ് എന്താന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും 3-4 പേര് പറയുന്നത് ഓണിയലിന്റെയും അഭിലാഷിന്റെയും ഒക്കെ ഭാഷ ശരിയല്ല, അതൊക്കെ ശരിയാക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ട്, 100 ഉപയോഗിച്ച് ഭാഷ ശരിയല്ല എന്ന് പറയുമ്പോൾ 100 എന്തോ അങ്ങ് കുറച്ച് ഹൈറ്റിലേക്ക് പൊങ്ങി പോകുന്നുണ്ട്. റേണ ഫാത്തിമ, റേണ ഫാത്തിമയോട് ഇവര് ഭാഷ ശരിയല്ല അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും രണയുടെ വിചാരം എന്ന് പറയുന്നത് ഞാൻ ശരിയാണ് എന്നൊരു രീതിയിൽ തോന്നും. രണ കാണിക്കുന്ന ഗസ്റ്റേഴ്സും കാണിക്കുന്ന കോപ്പറയൊക്കെ ഭയങ്കര ആരായാലും പ്രൊവോക്ക് ആവും. അത് പക്ഷെ ആരും പറഞ്ഞു ചെറിയ രീതിയിൽ എനിക്കത് മനസ്സിലാവും തോന്നില്ല. അത് മനസ്സിലാവില്ല. ഇത് ഈ ഒരു കമന്റ്സ് ഒക്കെ കാണിക്കുമ്പോ രണയുടെ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് രണയ്ക്ക് എന്തോ ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പുറത്തുണ്ട്. രണയ ഫാത്തിമയോട് ചോദിച്ചതിന്റെ പേരിൽ ഓണിയിലും അഭിലാഷും കേൾക്കുന്നു, രണയുടെ ഗെയിം കറക്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു രീതിയിലാണ് രണ അവിടെ ഇരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ ജസ്റ്റ് ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്, ട്രിഗർ ആവാൻ വേണ്ടിയിട്ട് ഇതൊരു ഗെയിമാണ്, അപ്പൊ നോക്കിയും കണ്ടും ഒക്കെ സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട്. നല്ല പുതിയൊരാളായിട്ടാണ് ണല്ലോ നമ്മള് വീട്ടിലേക്ക് പോകേണ്ടതെന്നും പറയുന്നുണ്ട്. പക്ഷെ മനസ്സിലാവില്ല. അല്ല അത് മനസ്സിലാവും തോന്നില്ല. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആള് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ച ഇതിന്റെ അപ്പുറം കാണേണ്ടി വരും. ഇനി രണയുടെ പ്രൊവോക്കിൽ ഇനി ആരൊക്കെ വീഴുമെന്നും അറിയാൻ വയ്യ. അതിന് ചിലപ്പോൾ കൂടുതൽ സീനാവത്തേ ഉള്ളൂ. എന്നിട്ട് ലാലേട്ടൻ നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു, നിങ്ങളോട് എല്ലാവരോടും ലാലേട്ടൻ സോറി ചോദിക്കുന്നു. കാരണം ഇവരാണല്ലോ ഈ ഒരു ബിഗ് ബോസ് ടീമാണല്ലോ ഇവരെയൊക്കെ ഉള്ളിൽ കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും മോശമായ വേർഡ്സ് പറയുന്നതിന് സോറി ചോദിക്കുന്നു, അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ പറ്റും. എന്നിട്ട് അകത്തുള്ളവർക്കും വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഒരേപോലെയാണ്, മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ എല്ലാവരും പിടിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ലാലേട്ടൻ പോയി. അത് മാത്രല്ല സാധനങ്ങൾ വീട്ടിൽ പോയി എറിയണം. ബിഗ് ബോസിന്റെ ഒരു മെറ്റീരിയൽസും എടുത്ത് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഈ ആഴ്ച അക്ബർ എടുത്തെറിഞ്ഞ്, ആര്യനെടുത്തെറിഞ്ഞ്, വേറെ ആരെടുത്തെറിഞ്ഞ്, ഷനവാസ് കസേര ഒന്നും പൊക്കി ഇറങ്ങില്ല. പിന്നെ കുപ്പിയെടുത്ത് അഭിലാഷോ എറിഞ്ഞൊന്നും ഇല്ല അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും ഇവരൊക്കെ പോയി ലാലേട്ടൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അക്ബർ ഇരിക്കുമ്പം നമ്മുടെ അനീഷ് വന്ന് കെട്ടിപ്പിടിച്ചു, സാരമില്ല പോട്ടെ നമുക്ക് ഇനി ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഭിലാഷ് വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചിലപ്പോ അഭിലാഷിനും തോന്നിക്കാണ് രണയ്ക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നിക്കാണ്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് മനസ്സിലായിട്ടായിരിക്കാം ഇത്. പക്ഷെ രണ ചെയ്തത് തെറ്റാണ്, അതും എല്ലാരും ആലോചിക്കണം. പിന്നെ അടുത്ത നമ്മുടെ പണിപ്പുര ടാസ്കുകളെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. അതിൽ ആദ്യത്തെ ടാസ്ക് ആയിരുന്നല്ലോ ഈ ഫുഡ് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ആദ്യമേ എന്താണെന്ന് ഇങ്ങനെ ഓണിയലും അവരൊക്കെ എണീറ്റ് നിർത്തിയായിരുന്നു കേട്ടോ. അപ്പൊ ലാലേട്ടൻ ഉനിയലിന്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഉനിയിൽ കഴിച്ചത് കേക്കായിരുന്നു. അത് നല്ല ഉപ്പിട്ട കേക്കായിരുന്നു. അത് ഒരു എക്സ്പ്രഷൻ വ്യത്യാസം ഇല്ലാതൊക്കെ ആള് കഴിച്ചായിരുന്നു. അത് പക്ഷെ അവർക്കായിരുന്നു മാർക്ക് കിട്ടിയത്, ഉനിയലിന് തന്നെയാണ് മാർക്ക് കിട്ടിയത്. പിന്നെ അനുവിന്റെ അടുത്ത് ചോദിച്ചു, അനുവിന് കേക്ക് കിട്ടിയത്. അനുവിന്റെ അടുത്ത് ചോദിച്ചാൽ 10 വിരലല്ലാതെ അത് എക്സ്ട്രാ കാലുകൊണ്ട് കഴിക്കുമായിരുന്നല്ലോ എന്ന് ഇങ്ങനെ ചോദിച്ചായിരുന്നു. പക്ഷെ അനുവിന് നല്ല കേക്കായിരുന്നു കിട്ടിയത്. പിന്നെ പാവയ്ക്ക ജ്യൂസ് അനീഷിന് അത് ഇച്ചിരി ടഫാണ്. ഏറ്റവും ടഫ് കിട്ടിയത് അനീഷിനായിരുന്നു. പാവയ്ക്ക അല്ലല്ല, അനീഷിനും ശരത്തിനും പാവയ്ക്ക ജ്യൂസ് ടഫ് അവർക്കല്ല, ഒന്നിനാ. കാരണം ഒരു കേക്ക് ഉപ്പിട്ടത് കഴിക്കാന്ന് പറഞ്ഞാൽ അതും മഫ്ഫിനായിരുന്നു, വലിയ പീസ. അനീഷ് പക്ഷെ പാവയ്ക്ക ജ്യൂസ് കഴിച്ച ശീലം ഉണ്ടായിട്ട് അത് വലിയ വിഷയമില്ലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്കും പാവയ്ക്ക ജ്യൂസ് ആയിരുന്നു കിട്ടിയത്. പിന്നെ എല്ലാരും നല്ലോണം ചെയ്ത്, അത് ലാലേട്ടൻ എടുത്തു പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞത് അനിമൽ ടാസ്കിനെ പറ്റിയാണ്. അനിമൽ ടാസ്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ആയിട്ട് കളിക്കേണ്ട ഒരു ഗെയിം അല്ലേ എന്നൊക്കെ ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിച്ചായിരുന്നു. ആരും അങ്ങനെ കളിച്ചില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞത് നമ്മുടെ റിവ്യൂവിലും പറഞ്ഞായിരുന്നു. അതായത് ഇത് അവരവരുടെ സെലക്ട് ചെയ്യേണ്ട, അവർ മറ്റുള്ളവർ വിചാരിക്കുന്ന മൃഗത്തെ തന്നെ സെലക്ട് ചെയ്ത് തന്നെ എളുപ്പം തോറ്റു പോകത്തില്ലേ, അവര് മാറ്റി ചിന്തിച്ചില്ല. അത് നമ്മളും അതില് നെവിൻ പറയുന്നുണ്ട്, ഞാന് കുരങ്ങനായിരുന്നു, ഒരു
എത്തിക്സ് വെച്ചിട്ട് ഞങ്ങൾ കളിച്ചു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് എത്തിക്സ് തോറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എത്തിക്സ് അത് ഇതൊന്നും ഒന്നും പറഞ്ഞു തരാതെ. നല്ല എത്തിക്സ് അതെ അപ്പൊ അക്ബർ പറഞ്ഞു ബിഗ് ബോസ് കുറച്ച് നന്നായി കളിക്കുക, അതാ ഞങ്ങൾ അങ്ങനെ കളിച്ചതെന്ന് പറയുമ്പോ അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് ബിഗ് ബോസ് അങ്ങനെ പലതും പറയും, അപ്പൊ നിങ്ങളല്ലേ ആലോചിച്ചും കണ്ട് ചെയ്യണേന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, നന്നായിട്ട് എല്ലാരും കളിച്ചു എന്ന് പറഞ്ഞു വിട്ടു കേട്ടോ. അടുത്തതാണ് നമ്മുടെ തേർഡ് റൗണ്ട്. അതാണ് സംഭവ വികാസമായ ഒരു റൗണ്ട്. എന്താ? ത്യാഗവും അത് ത്യാഗത്തിൽ ആദ്യം പോയത് ആരൊക്കെയായിരുന്നു? അപ്പൊ അതിൽ ലാലേട്ടൻ ചോദിക്കണ്ട ത്യാഗത്തിന്റെ റൗണ്ട് ആണോ അതോ പോയിന്റ് എടുക്കാനുള്ള റൗണ്ട് ആണോ? അതായത് പോയത് റെനയും മറ്റേ ഫാമിലി ആദിൽ നൂറായിരുന്നു പോയത്. അപ്പൊ ത്യാഗം ചെയ്യാനുള്ള ഇതായിരുന്നു. അപ്പൊ അവര് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫാമിലി റൗണ്ട് വേണം എന്ന രീതിയിലാണ്. 750 പോയിന്റ് ഇല്ലേ, 750 പോയിന്റ് അവര് വേണ്ടെന്ന് വെച്ച്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഫാമിലി റൗണ്ട് ഇനി മൂന്നാമത്തെ ആഴ്ചയിലേക്ക് വരും, നിങ്ങൾക്ക് അതൊന്ന് ചോദിച്ചുകൂടായിരുന്നു, ബിഗ് ബോസിന്റെ അടുത്ത് കൺഫേം ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. എന്നിട്ട് സെലക്ട് വെറുതെ 750 പോയിന്റ് കളഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം എന്ന് പറഞ്ഞ അത് ഇതിൽ പറഞ്ഞാൽ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഈ ആഴ്ച വരുമെന്ന് കരുതി. അങ്ങനെ അത് നിങ്ങൾക്കൊന്ന് ചോദിച്ചോ കൺഫേം ചോദിക്കാലോ. ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ടോ, ചിലപ്പോ നിങ്ങള് ഫാമിലി വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ അടുത്ത ആഴ്ച ഞങ്ങൾ അത് വെച്ചാനെ എന്നിങ്ങനെ. എന്നാലും എനിക്ക് തോന്നുന്നില്ല, ഒരു മൈൻഡ് ഗെയിം ആയിരുന്നു ഫുള്ള്. അങ്ങനെ എന്തായാലും ചോദിച്ചോട്ട് വെറുതെ കളഞ്ഞില്ലേ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ അടുത്തത് ധൈര്യശാലികൾ, അതാണ് നമ്മുടെ അനീഷും ആര്യനും ഗിസയിലും കൂടെ പോയത്. അപ്പൊ അതില് അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ മിണ്ടാൻ നിന്നത്, ബിഗ് ബോസ് പറഞ്ഞിട്ടാണല്ലോ പിന്നെയും മിണ്ടാൻ നിന്നല്ലോ എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ മുതൽ എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ഞാൻ എടുത്തത്. അപ്പം അതിൽ ഞാൻ ലോക്ക് ചെയ്തു. അപ്പൊ തൊട്ട് ഞാൻ മിണ്ടാതെ നിന്നു. കാരണം ഇപ്പോൾ മുതൽ എന്ന് എഴുതണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് കാണുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. അല്ല ഇത് പറഞ്ഞപ്പോ ഉടനെ ആര്യൻ അതെ അവൻ അത് വെച്ചോണ്ട് നിന്ന്. അപ്പൊ നമ്മുടെ ലാലേട്ടൻ ചോദിക്കാറുണ്ട് വെച്ചോണ്ട് നിന്ന എന്താ, അയാൾക്ക് കിട്ടിയത് അയാൾ വെച്ചോണ്ട് നിന്നു. അതെ, അതായത് അനീഷ് ഇപ്പൊ നല്ല ക്ലാരിറ്റിയോടെ അത് പറഞ്ഞപ്പോ എല്ലാരും കേട്ട് നിന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം കാണിച്ച്. പക്ഷെ അന്ന് അത് എല്ലാം കൂടി ചാടി കീറുമായിരുന്നു പുള്ളിക്കാരന്. അതായത് മറ്റവർ രണ്ടുപേരും ടാസ്ക് ചെയ്യാത്തത്, പക്ഷെ കുറ്റം മൊത്തം അനീഷിനായിരുന്നു കിട്ടിയത് മൊത്തം. അപ്പൊ അത് ഇന്ന് ലാലേട്ടൻ നല്ല രീതിക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ആരും പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ജ്യൂസാണ് കിട്ടിയത്, എനിക്ക് വേണമെങ്കിൽ അത് കുടിച്ചു തീർത്തിട്ട് അവിടെ മിണ്ടാൻ നിൽക്കാറുണ്ട്, പക്ഷെ ഹ്യൂമാനിറ്റി ബേസിസിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു നേരത്തെ 750 പോയിന്റ്സ് ഫാമിലി റൗണ്ടിന് കിട്ടിയപ്പോൾ ഇവര് തെറ്റിച്ചല്ലോ, ഇതിപ്പോ ഒരു 1000 പോയിന്റ് അല്ലേ, അപ്പം 750യുടെ കൂടെ ബാക്കി ഒരു 250 അല്ലേ പോത്തുള്ളൂ, എന്റെ തലമുടിക്ക് വേണ്ടി ഒരു 250 മുടക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയാടാ? ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് 750 പോയിന്റ്സ് ആദ്യമേ കൊടുത്തു, അത് കളഞ്ഞു. ഇപ്പൊ ആരും പറയുന്നത് ഞാൻ 250 പോയിന്റ്സ് അല്ലേ എക്സ്ട്രാ എന്റെ തലമുടിക്ക് എടുത്തോളൂ എന്ന്. അല്ലല്ലോ, ഇത് ടോട്ടല് പോയിന്റ്സ് മൊത്തം ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതെ, അപ്പൊ ലാൽ സാർ പറയുന്നുണ്ട് ഗിസയില് ജ്യൂസ് കുടിക്കാൻ റെഡി അല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ ഗിസയില് പറഞ്ഞേ എനിക്ക് മുട്ടയടിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു, ഇവനും മുട്ടയടിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടോ. ഇത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് വീഡിയോ കാണിക്കാം എന്നും പറഞ്ഞിട്ട് വീഡിയോ ഒന്ന്, അതായത് നമ്മുടെ ആര്യന്റെ നിലപാടുകളെ കുറിച്ചിട്ട് വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നിലപാട് 1, 2, 3, 4 അക്കമിട്ട് എണ്ണി നിലപാട് പറയുന്നതായിരുന്നു. അതായത് നിലപാട് 1 എന്ന് പറഞ്ഞ് കാണിച്ചത് 1000 പോയിന്റ്സിൽ മുട്ട അടിക്കണോ ഞാൻ എന്നാണ് ആര്യന്റെ ആദ്യത്തെ നിലപാട് 1. അത് എഴുതി കാണിച്ച നിലപാട് 1. പിന്നെ റിലീജിയസ് ഇഷ്യൂ ഉണ്ട്, അച്ഛൻ മരിച്ചാലേ ഉള്ളൂ മുട്ട അടിക്കത്തുള്ളൂ എന്നിങ്ങനെ, അതായത് ഞാൻ അടിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് നിലപാട് 2. അതേപോലെ അവളും മുട്ട അടിക്കില്ല, ഞാനും മുട്ട അടിക്കത്തില്ല, അങ്ങനെ ഒരു നിലപാട്. അങ്ങനെ മൂന്നാമത്തെ നിലപാട്, അതായത് ഗിസേലിനെ കൊണ്ടും മുട്ട അടിപ്പിക്കില്ല, ഞാനും മുട്ട അടിക്കാം, വേണമെങ്കിൽ അനീഷ് മുട്ട അടിച്ചോട്ടെ, അതാണ് നിലപാട് 3 കിട്ടും. പിന്നെ അതുപോലെ മിഡ് വീക്ക് എവിക്ഷനിൽ പോയാൽ പോട്ടെ, ബട്ട് ആരും എന്നെ എവിക്ഷനിൽ ഇടരുത്. അതായത് ഇത് മുട്ട അടിച്ചു കഴിഞ്ഞാല് ആരും എന്നെ എവിക്ഷൻ ഇനി തൊട്ട് ഇടരുത് എന്നിങ്ങനെ പറഞ്ഞു എല്ലാരോടും വീട്ടുകാരോട് പറയുന്നുണ്ടല്ലോ. അതായിരുന്നു നിലപാട് 4. ഇനി അടുത്ത 5ാമത്തെ നിലപാട് തന്നെ ക്യാരക്ടറിന് വേണ്ടി മുട്ട ഞാൻ അടിക്കില്ലെന്ന്. അതായത് അപ്പാനി ചോദിക്കുന്നുണ്ട്, നീ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നീ മുട്ട അടിക്കില്ല, സിനിമയിൽ പോവാനല്ലേ ആഗ്രഹമില്ലെന്ന്. അത് നിലപാട് 5. ഇനി 6ാമത്തെ നിലപാട് എന്തോന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്തറ്റവും പോകും, ഞാൻ മുട്ട വേറെ എന്തെങ്കിലും വേണമെങ്കിലും അടിക്കും
നിലപാട് 6. അത് ഗാർഡൻ ഏരിയയിൽ ഇത് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ നമ്മുടെ അപ്പാനിയുടെ അടുത്ത് പറയുന്നതാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നിലപാട് 7. 10,000 പോയിന്റ് ആണെങ്കിൽ മുട്ട അടിക്കുന്നത്. അത് അനുവിനോട് ആ കിച്ചണിൽ ഇരുന്നാ പറയുന്നത്. അപ്പോഴും അച്ഛനും ഇല്ല, ബാപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ല, ഒന്നുമില്ല. അത് നിലപാട് 7. അങ്ങനെ 7 നിലപാടുമായിട്ടാണ് നമ്മുടെ ധൈര്യശാലി ചെയ്യാൻ നിന്നത്. എന്തായാലും അത് ബിഗ് ബോസ് അക്ക് ഇട്ട് കാണിച്ചത് എന്തായാലും സൂപ്പർ ആയിരുന്നു. ആര്യൻ റോസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ലാലേട്ട ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ എന്താ നിലപാടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരും പറഞ്ഞ അല്ല എന്നെ ഇവിടെ ആരും ഞാൻ ഇവരടുത്ത് പോയിട്ട് എന്നെ ചൂസ് ചെയ്യുന്ന പറഞ്ഞല്ല, ഇവർ രണ്ടുപേരെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇവരെ എന്നെ ചൂസ് ചെയ്തത് ഇവർക്ക് കിട്ടണം. അതെ, അതില് അഭിലാഷ് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ എന്ത് കാര്യം വന്നാലും ഒരു 2 പേരെയാണ് ഇവർ ചൂസ് ചെയ്യുന്നത്. അത് എന്ത് ഗെയിം ആണെന്ന് പോലും നോക്കൂല, അതിപ്പോ ഫിസിക്കൽ ആണോ അല്ലേന്ന് പോലും നോക്കില്ല. എന്ത് വന്നാലും ആര്യനും ഗിസയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കും കളിച്ച് ജയിക്കാനൊക്കെ പറ്റും. കാരണം ലാസ്റ്റ് ഇവരൊക്കെ ഒരു തോറ്റ ഗെയിമില് അഭിലാഷും അതേപോലെ തന്നെ നെവിനും പോയി പോയിന്റ്സ് വാങ്ങിച്ചു കൊടുത്തതും ഉണ്ടെന്ന്. അപ്പം ഒന്നും അങ്ങനെ ജഡ്ജ് ചെയ്ത് നിൽക്കരുത്. കാരണം പലപ്പോഴും വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതായത് ഇപ്പം എല്ലാരും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വിളിക്കാനില്ലാത്തപ്പം അഭിലാഷ് നെവിൻ എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ടെന്നും. അപ്പം ആ ഒരു രീതി ഞങ്ങൾക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട്. അതെ, പിന്നെ എന്റെ ഇടയ്ക്ക് മുട്ട അടിക്കുന്ന കാര്യം ഗിസലിന്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ പറഞ്ഞ ഡയലോഗ് സൂപ്പർ ആയതല്ലേ, എനിക്ക് തുണിയില്ല, മണിയില്ല, ഇനി മുട്ടയും കൂടി അടിച്ചാ ഞാൻ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. അതെ, അതെല്ലാം കോമഡി ആയിരുന്നു. അതില് അപ്പം നമ്മുടെ ലാൽ സാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര് അവിടെ റെഡി ആണെന്ന് ഇത് കേട്ടപ്പോ പറഞ്ഞത്. നമ്മുടെ രേണു, അനു, ശൈത്യ, പിന്നെ ശരത്, ഇവരൊക്കെ ഈ മുട്ട അടിക്കാൻ റെഡി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ രേണു ഇപ്പൊ അങ്ങനെ ഒരു ഇത് വന്നാൽ റെഡിയാണോ? ഓ ലാലേട്ട, എന്റെ തല മൊത്തം എക്സ്റ്റൻഷനാ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് സത്യസന്ധമായിട്ടുള്ള അതെ കേട്ടോ. അപ്പൊ എല്ലാരും കൂടെ ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഇപ്പൊ ലാലേട്ട് ചോദിക്കുന്നത്, അപ്പൊ ബാക്കി എല്ലാരും റെഡി ആണല്ലോ, അപ്പൊ ശൈത്യാനും ഒക്കെ റെഡി അല്ലേ? അപ്പൊ ടാസ്കിന് വേണ്ടിട്ട് മുട്ട അടിക്കാൻ. പക്ഷെ പഴയ ഒരു ശക്തി അങ്ങോട്ട് ഇല്ല. ഇപ്പൊ ശരത്തിനാണെങ്കിലും മുട്ട അടിക്കാൻ റെഡി ആണല്ലോ എന്ന് അത്രേ ഉള്ളൂ. എന്ത് പണി വാളിയോ എന്നുള്ളൊരു പറയുന്നുണ്ട്. ശൈത്യ ഞാൻ റെഡിയാ. അപ്പൊ ശൈത്യ എന്നിട്ട് സ്റ്റോർ റൂമിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, പോയി എടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പോകുമ്പോഴത്തേക്ക് ശൈത്യൊക്കെ നെഞ്ചത്ത് കൈ വെക്കുകയാണ് കേട്ടോ. അതെ, അത് മുഖത്ത് ചെറുതായിട്ട് വരുന്നു എക്സ്പ്രഷൻ. ഞാൻ മുട്ട അടിക്കുന്ന ആളെ ഔട്ടായും പോയ അവസ്ഥ. അപ്പം ഇത് ഒരു ബോക്സ് ആണ് കേട്ടോ കൊണ്ടുവരുന്നേ. ഇത് ശരിക്കും പറഞ്ഞാ ഇവര് 3 പേരും ആ മുട്ടയടിക്കുന്ന പറഞ്ഞ ആ ഒരു ഇതിന് പോയി അവിടെ ഓൾറെഡി ആ ടാസ്കിന്റെ അവിടെ ഇത് ഉണ്ടായിരുന്നു. നമ്മൾ വല്ലവരും അറിഞ്ഞു ഇത് ഇവര് തുറന്നു പോലും നോക്കിയിട്ടില്ല. അതെ, അതിനു മുന്നേ അവര് വഴക്കായിരുന്നു. അതാ ലാലേട്ടൻ പറയുന്നേ. ഞാൻ വിചാരിച്ചത് തുറന്നു നോക്കിയത് വായിച്ച് അതെ ഒന്നും ഇല്ല, ഇത്രേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. അതെ, അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ബോക്സ് അവിടെ ഇരുന്ന് തുറന്നു നോക്കി. അപ്പൊ ഗിസിൽ പറഞ്ഞ ഇല്ല, തുറന്നു നോക്കി. അതെ, തുറന്നു പോലും നോക്കിയിട്ടില്ല. അതിനു മുന്നേ അവിടെ വഴക്ക് തുടങ്ങി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നെവിൻ പറഞ്ഞെന്ന് പറയുന്നത് തുറന്നു നോക്കാം. അതെ, അപ്പം ആ ബോക്സ് അഭിലാഷിനോട് വായിക്കാൻ പറയുന്നുണ്ട്. അപ്പം അഭിലാഷ് വായിക്കുന്നുണ്ട്, നമ്മുടെ ബിഗ് ബോസിന്റെ ലെറ്റർ ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന്? നിങ്ങൾക്ക് 1000 പോയിന്റ്സ് കിട്ടിയിരിക്കുന്നു. അതെ, ഇത്രയായിരുന്നു അതിലുള്ളത്. അതായത് ചെയ്യേണ്ടിയിരുന്നില്ല. പിന്നെ അപ്പൊ അതേപോലെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ അനീഷും ചിലപ്പോ അത് എന്നോട് അതെ മിണ്ടാതിരിക്കാനോ അത് ആള് ചിലപ്പോ നല്ല രീതിയിലായിരിക്കും ചെയ്തത്. അപ്പൊ തൊട്ട് മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് ആള് മിണ്ടായിരുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയും, ഇപ്പൊ മിണ്ടാതിരിപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷോ അവസാനിക്കുന്ന വരെ ഒരാൾ നമ്മൾ മിണ്ടാതിരിക്കുക. ആ ഒരു ലോ പോയിന്റ് എടുത്തിട്ട് അനീഷിന് ചിലപ്പോ ആ ഒരു ബുദ്ധിയിൽ അനീഷ് ചെയ്തതായിരിക്കും അത്. കാരണം അറിയാലോ ഇതിലൊക്കെ ഓരോ ലൂപ്പുകളുണ്ടല്ലോ. അനീഷിനോട് ചോദിക്കും, അങ്ങനെ മിണ്ടായിരിക്കുവാണെങ്കിൽ എത്ര നാള് മിണ്ടായിരിക്കുന്നു ചോദിച്ചപ്പോൾ മാക്സിമം എത്ര ആണോ അത്ര നാള് വരെ മിണ്ടായിരിക്കാനായിരുന്നു പ്ലാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനീഷിന് അറിയായിരിക്കും ചിലപ്പോ ഇത് മിണ്ടായിരിക്കത്തൊന്നും ഇല്ല, ഇത് ബിഗ് ബോസിന്റെ. അതെ, അത് പറയുന്നുണ്ട്, ഒരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ എല്ലാത്തിലും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എങ്ങനെയാണ് മിണ്ടാതെ ഒരാൾ ഇരിക്കുക? അപ്പൊ ഇത് വെറുതെ ഒരു ടാസ്ക്, ധൈര്യം പരീക്ഷിക്കാൻ. ഇത് ബിന്നിക്ക് കത്തിയായിരുന്നു. ബിന്നിക്ക് കത്തിയത് പിന്നെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് അടിയും കഴിഞ്ഞ് എല്ലാം ഫുഡും കഴിഞ്ഞ് ഊണും ഉറക്കെല്ലാം കഴിഞ്ഞിട്ടാണ് കത്തിയത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതിന്റെ കൂട്ടത്തിൽ ഒരു ട്രിമ്മർ ഇട്ടായിരുന്നു സ്റ്റോർ റൂമില്. അപ്പൊ ആരിനെ കൊണ്ട് തുറപ്പിച്ച്. അതെ, അപ്പൊ ആ ട്രിമ്മർ എടുത്തു. കത്തി വേണ്ടല്ലോ, ട്രിമ്മർ എടുത്ത് ഇനി ചെയ്യാൻ ട്രിമ്മർ വേണം. അതെ, അപ്പൊ താങ്ക് യു ലാലേട്ട, താങ്ക് യു ലാലേട്ട, താങ്ക് യു ലാലേട്ട. അപ്പം അത് ഓൺ ആവുന്നുണ്ടോ? ഒന്ന് തുറന്നു നോക്കിയ ഉടനെ എനിക്ക് ട്രിമ്മർ കിട്ടിയ തുറന്നൊക്കെ നോക്കുന്ന. അപ്പൊ എന്താ ഓൺ ആവുന്നില്ല കേട്ടോ. ചാർജ് ചെയ്യുന്ന ചാർജർ വേണം അതിന്.
അതെ, അപ്പൊ ഉടനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് തലമുടി മൊട്ടയടിക്കാൻ സമ്മതിക്കാത്ത ഒരാൾക്ക് ഞങ്ങൾ റിബർ തരുമോ? അല്ല, തലമുടി മൊട്ടയടിക്കത്തുമില്ല, ആരെയും കൊണ്ട് മൊട്ടയടിക്കാത്ത ഇല്ലാത്ത ഒരാൾക്ക് ഞങ്ങൾ ട്രിമ്മർ തരുമോന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. അവിടെയും ചമ്മി ആര്യൻ. രണ്ടു മൂന്നോട്ടൊക്കെ ചമ്മിക്കുക. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത ടാസ്ക് ആണ്, ഫിസിക്കൽ ടാസ്ക് ഇവർക്ക് കൊടുത്തതാണ്. ഭൂമി കയ്യേറ്റം ടാസ്കിനെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, എല്ലാവരും നന്നായി കളിച്ചു. പിന്നെ ഒരു കാര്യം പറഞ്ഞത് എല്ലാവരും സ്പോർട്ടീവ് ആയിട്ട് എടുത്തു. ആരും അത് കഴിഞ്ഞിട്ട് വന്നിരുന്നു എന്ത് സ്പോർട്ടീവ്, അവര് നന്നായിട്ട് കളിച്ചെന്താന്ന് അറിയോ, ഇത്രയും നാളത്തെ കയ്യൂക്കും ആ പകയും എല്ലാം കൂടി വൈരാഗ്യം എല്ലാം കൂടി അവർ ഇടിച്ചങ്ങ് അതുകൊണ്ട് പരാതിയില്ല. അല്ല, അത് കഴിഞ്ഞു വന്നിട്ട് എന്നെ പിച്ചിന്നുള്ളി അങ്ങനെയുള്ള വഴക്കൊന്നും മാക്സിമം ചെയ്യേണ്ടതല്ല അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത്. അവിടെ വേറൊരു ക്യാമറ സെപ്പറേറ്റ് ആയിരുന്നു ഇരുന്നായിരുന്നു, അത് കോമഡി ആയിരുന്നു, അത് രസമായിരുന്നു. അതെ, നമ്മള് അത് ഏത് ക്യാമറ ആരാ രേണു ഒന്നും ചെയ്യാതെ അവിടെ മാറിയത്. ലാലേട്ട് പറയാ ഇത്ര അടി ഇടി ബഹളം ഒക്കെ നടക്കുന്നു, ആ പുള്ളിക്കാരി അവിടെ ഒറ്റ അടിക്ക് നിന്ന് ഇങ്ങനെ അനങ്ങാതെ എങ്ങനെ നോക്കിയിരുന്നത്. നമ്മളൊക്കെ ഒരാൾ വീഴുന്ന കാണുമ്പോ നമ്മളൊക്കെ അയ്യോ ഇങ്ങനെയൊക്കെങ്കിലും എക്സ്പ്രഷൻ ഇടും, അങ്ങനെ ഇങ്ങനെ അപ്പൊ ലാലേട്ട് പറയാ അവിടെ വേറൊരു ക്യാമറ ഞങ്ങൾ വല്ലോ കൊണ്ട് വെച്ചാണോ എന്ന് അറിയാതെ നോക്കുമ്പോഴാണ് രേണു സുധി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ രേണു പറയാ ഞാൻ കൊടികളെ സംരക്ഷിച്ച് നിൽക്കുവായിരുന്നു ലാലേട്ട. അതെ, ചുമ്മാ ഒരു ഇതില്ല കേട്ടോ, എന്നാ ആരും ചെന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തുമില്ല. അത് വീഡിയോ ഇട്ട് കാണിച്ചു. അതെ, എന്നിട്ട് എന്റെ വീഡിയോ പ്ലേ ചെയ്തു. ഉള്ളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടപ്പെട്ട ആദിലും അതേപോലെ തന്നെ അനീഷിനെ വലിച്ച് ഷാനവാസ് മാറ്റുന്നു, ഷാനവാസിനെ വലിച്ച് അനീഷ് മാറ്റുന്നു, അക്ബറും ഷാനവാസ് അവിടെ ഇവിടെ അടി. അതേപോലെ നമ്മുടെ ഗിസലിന്റെ പുറത്ത് എല്ലാരും കൂടെ ചാടി വീഴുന്നു. അനു ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി പാൻസിന്റെ അവിടെയൊക്കെ പോയി ഒളിപ്പിച്ചു വെച്ചിട്ട് കൊടി വെച്ചിട്ട് കൂളായിട്ട് വന്ന് നടക്കുന്നു. എന്തൊക്കെയായിരുന്നു, പക്ഷെ രസം ഉണ്ടായിരുന്നു അല്ലേ അത് കാണാനായിട്ട്. അല്ല, ശാരികയും പിന്നെ റെന ഫാത്തിമയും കൂടെ ഉള്ളിൽ കിടന്ന് മറിയുന്നുണ്ടായിരുന്നു, അതൊക്കെ നല്ല ഫണ്ണി ആയിരുന്നു കേട്ടോ. അപ്പം അതിലപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അതിലും നമ്മുടെ ശാരിക തമ്മിൽ പുറത്തു വരടി എന്ന് പറയുമ്പോൾ അത് ഈ ടാസ്കിൽ ഇങ്ങനെ അടിച്ചോണ്ടിരുന്നതാ. അപ്പോഴാണ് ശാരിക വന്നിട്ട് പറഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് നിർത്തി എന്ന് പറഞ്ഞിട്ട് അവര് കൂളായിട്ട് തന്നെ അത് എടുത്തു കിട്ടോ. കൂളായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലുള്ള വൈരാഗ്യം എല്ലാം ഇടിച്ചു അടിച്ച് അങ്ങ് തീർത്ത്, അതാ സംഭവം. അതിന്റെ തലേ ദിവസം അതിൽ പറഞ്ഞത് ശാരിക കിട്ടിയ പൊട്ടിക്കൂ, നടന്നത് അവിടെ. അത് തന്നെ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോട്ട് സീറ്റ് ഇഷ്യൂവിനെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഷാരികയും സരികയും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഷാരികയും ലാലേട്ടനും ഒക്കെ പറയുന്നുണ്ട് ഈ സരിക ഇങ്ങോട്ട് വന്നിട്ടാണ് ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഹോട്ട് സീറ്റിലാകുമ്പോൾ നമ്മളെ ട്രിഗർ ചെയ്യാൻ എന്തും അവർക്ക് ചോദിക്കാം. അപ്പോ സരിക പറയുന്നുണ്ട് എനിക്ക് എന്തും ചോദിച്ചത് കുഴപ്പമില്ല, പക്ഷെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമമായി എന്ന് പറയുമ്പോൾ ഷാരിക പറഞ്ഞു അതെന്റെ ഒരു ജോലിയാണ്, അതായത് ഇവരെ ട്രിഗർ ചെയ്യിപ്പിക്കുക, അതിനെന്തും എനിക്ക് പറയാം എന്നുള്ളത് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അത് ശരിയാണ്. അപ്പം ഇവർക്ക് എങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് അതേ കണക്ക് നിങ്ങൾക്ക് ഉത്തരങ്ങളും കൊടുക്കാം തിരിച്ച്. അല്ല, ശാരിക പിന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇതെല്ലാം സംസാരിച്ച ട്രോഫി പോലെ ഒന്ന് കൊടുത്ത് എല്ലാം ഇത് ചുമ്മാ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. പെട്ടെന്ന് പിന്നെ പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് വന്നതാണ് എന്നിങ്ങനെ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് വന്നു. ലാലേട്ടൻ പറഞ്ഞു അത് ആരെങ്കിലും പറഞ്ഞതാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തോന്നിയതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കലാഭവൻ സരിക പറഞ്ഞത് അല്ല എനിക്ക് സ്വന്തമായിട്ട് തോന്നിയതാണെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ കരുതി അവിടെ ഒരു കുറുപ്പടം വരുമെന്ന് കരുതി നമ്മുടെ അക്ബർ മൂപ്പിക്കുന്നത്. അല്ല, ഇത് വെറുതെ എണ്ണിപ്പിച്ച് നടത്തി ഒരു ഇത് ചോദിച്ചത്. കാരണം നമ്മുടെ സരികയുടെ സ്റ്റോർ റൂമിൽ പോകാൻ പറയുന്നുണ്ടായിരുന്നു. സരിക എന്തോ ടാസ്ക് വായിക്കാൻ നമുക്ക് സ്റ്റോർ റൂമിലേക്ക് ലാലേട്ടനാണ് പറഞ്ഞു വിട്ടത്. അവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടും ലൈറ്റും അപ്പോഴത്തേക്ക് പവർ കട്ടാണ്, ഒരു പവറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്ക് സരിക അവിടെ ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് സ്റ്റോർ റൂമിൽ നിൽക്കാണ്. അപ്പോഴത്തേക്ക് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു ഡോർ ഓപ്പൺ ആയി അവരുടെ സ്റ്റേജിലേക്ക് പോണ ഒരു ഡോർ ഉണ്ടല്ലോ, സരികയെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് ഇവർക്ക് ഗസ് ചെയ്തു സരിക, കാരണം കുറെ നേരം കാണാതിരുന്നപ്പോഴത്തേക്ക് സരിക ഔട്ടായിരിക്കും എന്ന് ഗസ് ചെയ്തു. അപ്പൊ ലാലേട്ടൻ വന്നു, ലാലേട്ടന്റെ കൂടെ സരിക ഉണ്ടായിരുന്നു, ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്തു. അങ്ങനെ നമ്മുടെ സരിക ഔട്ടായിട്ടോ. അതെ അതെ, മാക്സിമം എഡിറ്റ് ചെയ്തുള്ള കണ്ടന്റ് ഒക്കെ കയറ്റി വെച്ച് അവരെ ഇച്ചിരി ഇമോഷണൽ ആക്കാൻ മാക്സിമം ട്രൈ ചെയ്ത്, എന്നാലും കൊള്ളാം, ഉള്ള കണ്ടന്റിൽ നല്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടേക്കുന്നു. അതെ, അപ്പൊ ഇതില് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ സരിക ഇങ്ങനെ വീട്ടിലുള്ളവരെ കാണിച്ചപ്പോ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞ അറിയുമെന്ന് പറയുമ്പോ അപ്പൊ സരിക നീ പറഞ്ഞ ഓർമ്മയുണ്ട് രശ്മി പോയി ഞങ്ങളുടെ രശ്മി എന്ന് പറഞ്ഞാൽ ശരത്തിന്റെ വൈഫാണ് കേട്ടോ. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു അതെന്താ അങ്ങനെയെന്ന് പറയുമ്പം അല്ല അവൻ എന്നോട് പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോകുമ്പം രശ്മിയെ പോയി കാണണേന്ന് പറഞ്ഞു. അപ്പം ലാലേട്ടൻ ഉറപ്പുണ്ടായിരുന്നു ഇങ്ങനെ ചോദിച്ചു സരിക പോന്നേ എന്നുള്ള രീതിയിൽ. അപ്പം പറഞ്ഞിട്ടുണ്ട്
അല്ല ഞാൻ പോകുന്നതിന് മുമ്പാണ് പുള്ളിക്കാരി പോകുന്നെങ്കിൽ പോയി കാണണം എന്ന രീതിയിൽ സംസാരിച്ചു. അതേപോലെ തന്നെ റെന ഫാത്തിമയും പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, ഞാൻ പറയുന്നത് ചേച്ചി സീരിയസ് ആയിട്ടാണ് കൊടുത്തത് പറയുമ്പോ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് സരികയുടെ മനസ്സിൽ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് സംസാരം കേട്ടിട്ട്. എന്തായാലും ഔട്ടാകുമ്പോ ആ ഒരു വിഷമം കാണുമല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഇതൊക്കെ പോയി എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു നാളെയും ഒരു എവിക്ഷൻ ഉണ്ട്, നാളെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോ ഇവരുടെ ഉള്ളിലെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ അതില് എല്ലാരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മുടെ അക്ബറും ശരത്തും ഒക്കെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് ബീൻ ബാഗിൽ നിന്ന് അനുവും ശൈത്യയും ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശൈത്യ നല്ല ഫുഡ് കഴിക്കുന്നില്ല, ഒരു പാട്. പക്ഷെ അനു കഴിക്കുന്നുണ്ട്. അപ്പം ശൈത്യ ഇങ്ങനെ പറയുന്നുണ്ട് അവർക്കാർക്കൊന്നും വിഷമമൊന്നുമില്ല, അവരിങ്ങനെ വെളിയിൽ പറച്ചിലേ ഉള്ളൂ, അവരൊക്കെ നല്ല ഫുഡ് കഴിക്കുന്ന കണ്ടില്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അനു പറയുന്നത് ശരിയാ, അവരൊക്കെ ചുമ്മാ, അല്ലെങ്കിൽ പിന്നെ ഇതണക്ക് സരികയെടുത്ത് പറയണ്ടല്ലോ. എന്തോ പുള്ളിക്കാരുടെ വൈഫിന്റെ പേര് രേഷ്മയെ പോയി കാണണമെന്ന് പറയൂ. അത് പുള്ളിക്കാരി ആവാണ്ട് അത് കേട്ട് നമ്മളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഔട്ട് അല്ല ഔട്ട് ആവുന്നല്ല, നേരത്തെ അവർക്ക് ഔട്ട് ആവൂന്ന് അറിയാറുന്നല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ 100 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും. അത് തിരിച്ച് നമ്മളോടാണെങ്കിൽ നമുക്ക് എന്ത് വിഷമാനെ, ഇതൊരു സരിക ഒരു പാവം ആയതുകൊണ്ട് അത് കേട്ടിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ശൈത്യക്ക് കഴിക്കാതിരുന്ന നാളെ ഇനി ഞാൻ എവിക്റ്റ് ആവൂന്ന് പേടിച്ചിട്ട്, കാരണം കഴിഞ്ഞ വട്ടം ലാസ്റ്റ് വന്ന് നിന്നായിരുന്നല്ലോ. അതെ പുള്ളിക്കാരി എവിക്റ്റ് ആവൂന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ ഫുഡ് കഴിക്കാത്തതെന്ന് തോന്നുന്നു. ഇനി ഇത് വിഷമം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്നാന്ന് എനിക്ക് തോന്നിയതാ പറഞ്ഞത്. പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട്, നാളെ ഒരാൾ എവിക്റ്റ് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, സേഫ് ആയിട്ടിരിക്കുന്നവരൊക്കെ എവിക്റ്റ് ആവട്ടെ, ബാക്കിയുള്ളവർ കളിക്കട്ടെ. ശൈത്യ പോകുന്നതെന്ന് തോന്നുന്നില്ലേ? അനു ഭയങ്കരമായിട്ട് കരയുന്ന പോലെ, അനുവിനെ ആര് പോയാലും കരയുന്നുണ്ട്, ചുമ്മായാലും കരയും. അതുകൊണ്ട് നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ ചോദിക്കേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ആര്യന്റെ ചിരി, പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിസേലിന്റെ റൂൾ ബ്രേക്കിംഗ്, അനുവിന്റെ ഈ കിച്ചണിൽ കയറിയുള്ള അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട്. അതിപ്പോ നാളത്തേക്ക് വെച്ചേക്കുമായിരിക്കും, എല്ലാം കൂടി ഒരു ദിവസം ചോദിക്കത്തില്ലല്ലോ. നാളത്തേക്ക് വെച്ചൊക്കെ വരികയും പിന്നെ എക്സ്ട്രാ വല്ല എന്തെങ്കിലും ചോദിക്കാനായിട്ട് എക്സ്ട്രാ ഒന്നുമില്ല, ഇതൊക്കെ അങ്ങ് ചോദിച്ചു വിടുക. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കുഴപ്പമില്ലായിരുന്നു, ഇത്രയും മതി, ഈ ഒരു ഡോസ് മതി. പ്രൊമോയിൽ കാണിച്ച പോലെ തീ പോലെ ഒന്നും ഇല്ല, പക്ഷെ ഇത് മതി. കാര്യം എന്താ പറഞ്ഞാൽ മിക്കവർക്കും ഇഷ്ടപ്പെടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചിലവർ ഈ പ്രൊമോയിൽ ഇത്രയും കാണിച്ച് പക്ഷെ എപ്പിസോഡിൽ അതും ഇല്ല, അങ്ങനെ ഇല്ല. കാരണം അല്ല, അത് ഇതെന്താന്ന് വെച്ചാല് ഇവര് മാത്രമാണ് അവിടെ ഗെയിം കളിക്കുന്നത്, ബാക്കി എല്ലാം സേഫ് ആയിട്ട് ഇരിക്കുന്നവർ. അപ്പൊ ഇവരെ കൂടുതൽ പറഞ്ഞാൽ അടുത്ത ആഴ്ച തൊട്ട് ഇവര് ഗെയിം കളിക്കാതാവും, അപ്പോഴത്തേക്ക് നമുക്ക് കണ്ടന്റ് ഇല്ലാതെയാവും. അപ്പൊ ഇവർക്ക് ആവശ്യത്തിന് കൊടുക്കുക, ഇവർക്കൊക്കെ ഇനിയിപ്പോ നല്ലൊരു റൂട്ടിലേക്ക് പോവാനുള്ളത് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കും. അതെ, അവർ ഗെയിം കളിക്കുന്നുണ്ട്, ചെയ്യുന്ന തെറ്റുകൾ ചെറുതായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കുക, അത് ജസ്റ്റ് ഒന്ന് ഡോസ് കൊടുക്കുക, പിന്നെ ബാക്കി അവരങ്ങ് നല്ല രീതിക്ക് ഗെയിം കളിച്ച് പൊയ്ക്കോളും. പക്ഷെ സേഫ് ഗെയിമേഴ്സിനാണ് കണ്ടുപിടിച്ച് നല്ല രീതിക്ക് കൊടുക്കേണ്ടത്, നല്ല കൊടുക്കണം. എന്നാലേ എനിക്ക് ഇന്നത്തതില് രേണുവിനെ പറഞ്ഞത് വളരെ കുറച്ച് ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോയി. നല്ല രീതിക്ക് തന്നെ പറയണേ, എന്തോ അങ്ങനെ ചൂടായിട്ട് തന്നെ പറയണ്ടായിരുന്നു. എങ്ങനെങ്കിലും ഗെയിം ഇന്ന് തോന്നുന്നില്ല, അങ്ങനെയും ഗെയിം കളിക്കുമെന്ന് തോന്നുന്നില്ല പുള്ളിക്കാരി. എന്തായാലും നോമിനേഷന് വരുവാണെങ്കിൽ ഗെയിം കളിക്കാത്തവരെ ഔട്ടാക്കുക, താല്പര്യം ഇല്ലാത്തവരെ ഔട്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കുക. നമ്മൾ പോളൊക്കെ ഇടുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഒന്ന് വോട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.